കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 3.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 3.0 ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും അതുപോലെ തന്നെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നോട്ട് ഡൗൺ ചെയ്യുക. 7592939616 എന്നതാണ് ആ നമ്പർ. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ്. താങ്ക് യു. ഹായ് ഓൾ, വെൽക്കം ടു ഇഗ്നോ ഫോക്കസ് 3.0 ഇഗ്നോ മുൻകാല ചോദ്യ പേപ്പറുടെ അൾട്ടിമേറ്റ് അനാലിസിസ്. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് BA ഇംഗ്ലീഷ് BGC 107 എന്ന പേപ്പറിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബേസിലുള്ള ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ്. സോ ആദ്യം തന്നെ ഇഗ്നോ ഫോക്കസ് 3.0 എന്നുള്ള ഈ ഒരു സീരീസിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് BEGC 107 ബ്രിട്ടീഷ് പോയട്രി ആൻഡ് ഡ്രാമ 17th and 18th centuries എന്ന ഈ പേപ്പറിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബേസിസിൽ ഉള്ള ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആൻഡ് ഡീപ്പ് അനാലിസിസ് ആണ്. പാസ്റ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ട്രെൻഡ്സ് അനുസരിച്ചിട്ട് ഓരോ യൂണിറ്റിൽ നിന്നും ഓരോ ബ്ലോക്കിൽ നിന്നും ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പ്രീവിയസ് ഇയറിൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളത്, അത് നമ്മൾ മാപ്പിന്റെയും ബാർ ഗ്രാഫ്, പൈ ചാർട്ട് എന്നിവയുടെ സഹായത്തോടു കൂടി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചേരുന്ന ഒരു സീരീസ് ആണ് ഇഗ്നോ ഫോക്കസ് 3.0. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് BEGC 107 ബ്രിട്ടീഷ് പോയട്രി ആൻഡ് ഡ്രാമ 17th and 18th century എന്ന പേപ്പറാണ്. സോ അതിൽ തന്നെ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, അതായത് ഇന്നത്തെ ഈ സെഷനിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് സിലബസ് ഇന്റഗ്രേഷൻ ആണ്. സോ മാപ്പിംഗ് ഓഫ് സിലബസ് കാണും. അതേപോലെ തന്നെ ഡീറ്റെയിൽഡ് അനാലിസിസ് ഓഫ് പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. എന്താണ് നമ്മളുടെ പാസ്റ്റ് ട്രെൻഡ്സ്, എന്താണ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ളത്, ഏത് ടോപ്പിക്കിൽ നിന്നാണ് കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ളത് എന്നൊക്കെയുള്ള ഒരു ട്രെൻഡ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതേപോലെ തന്നെ പ്രിഡിക്റ്റീവ് ഇൻസൈറ്റ്, കൂടുതലായിട്ട് ഹൈ പ്രോബബിലിറ്റി ടോപ്പിക് ഏതാണ്, അതുപോലെ ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക് ഏതാണ് എന്നതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതേപോലെ തന്നെ ഡോക്യുമെന്റ് സ്ട്രക്ചർ, ഈ ഒരു നമ്മൾ ഇന്ന് പ്രസന്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഈ ഒരു ഡോക്യുമെന്റിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ആദ്യം തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്, എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നതിനെ കുറിച്ചൊരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ. അതേപോലെ തന്നെ സിലബസ് മാപ്പിംഗ്, ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ്, ഓരോ ടോപ്പിക് എക്സാം റെലവൻസ് ഉള്ളത് ഏതൊക്കെയാണെന്നുള്ളത് ഡിസ്കസ് ചെയ്യും. അതേപോലെ തന്നെ ഒരു കോംപ്രിഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യാം നമ്മൾ. ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ്, ടോപ്പിക് വൈസ് ഏതൊക്കെയാണ് ഫ്രീക്വന്റ്ലി ആസ്ഡ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കും. അതേപോലെ തന്നെ പ്രോബബിലിറ്റി, ഏത് ടോപ്പിക്കിനാണ് കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങൾ, എവിടെ നിന്നൊക്കെയാണ് വരാൻ ചാൻസ് ഉള്ളത് എന്നുള്ളത് നോക്കും. അതേപോലെ തന്നെ പ്രിഡിക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, ഡിസംബർ ടേം ആൻഡ് എക്സാം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു സ്ട്രക്ചറും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുമായിട്ട് നമുക്ക് അതിന്റെ ഈ ഒരു സെഷന്റെ, അതായത് ഈ ഒരു ഡോക്യുമെന്റിന്റെ ലാസ്റ്റ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതേപോലെ തന്നെ മോഡൽ ആൻസേഴ്സ് വിത്ത് ഇവാലുവേഷൻ ക്രൈറ്റീരിയ, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഈ ഡാറ്റ പറഞ്ഞ പോലെ തന്നെ പ്രീവിയസ് ഇയർ ടേം എൻഡ് എക്സാംസിന്റെ ബേസിലാണ് നമ്മൾ ഈ ഡാറ്റ തയ്യാറാക്കിയിട്ടുള്ളത്. 2019-2023 ഇഗ്നോ എക്സാംസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഡാറ്റ തയ്യാറാക്കിയിട്ടുള്ളത്. സോ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രിഡിക്റ്റീവ് അനാലിസിസ്, അതുപോലെ തന്നെ മോഡൽ ആൻസേഴ്സ്, എന്താണ് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയാനാണെങ്കിൽ നമുക്കറിയാം, ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ ഇഗ്നോ എക്സാം ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ കുറിച്ചിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ആവശ്യമാണ്. അതേപോലെ തന്നെ പ്രിഡിക്റ്റീവ് ആയിട്ട് ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ളത് എവിടെ നിന്നാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏത് യൂണിറ്റ് ആണ്, ഏത് ബ്ലോക്ക് ആണ്, ഏത് ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്നത് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളത്
വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതാണ് നമുക്ക് കൂടുതൽ കോൺഫിഡൻസ് തരുന്നതും അതേപോലെ എക്സാമിന് നല്ല മാർക്കോട് കൂടി ക്രാക്ക് ചെയ്യാനുള്ള ഒരു സ്ട്രാറ്റജി കൂടിയാണത്. സോ ഇവിടെ നമുക്ക് ഈ ഒരു പേപ്പർ ആയിട്ടുള്ള BEGC 107 കൂടുതലായിട്ടും അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുന്നത് ജക്കോബിയൻ ഡ്രാമ, മിലിറ്റന്റെ ലിറിസിസം, ഡ്രൈഡന്റെ സെറ്റാരിക്കൽ മാസ്റ്ററി, അതേപോലെ പോപ്പിന്റെ മോക്ക് എപ്പിക് എലജൻസ് ഒക്കെയാണ് നമുക്ക് കൂടുതലായിട്ട് നമ്മൾ ഈ ഒരു പേപ്പറിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് നോക്കേണ്ടതായിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഇനി വരുന്ന സ്ലൈഡ്സിൽ നമ്മൾ അത് പ്രസന്റ് ചെയ്യുന്നുണ്ട്. സോ നെക്സ്റ്റ് സിലബസ് മാപ്പിംഗ് ആണ്. സിലബസ് മാപ്പിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ ബ്ലോക്ക് വൈസ് ആണ് നമ്മൾ അനലൈസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ബ്ലോക്ക് 1 ജോൺ വെബ്സ്റ്ററിന്റെ ഡച്ചസ് ഓഫ് മാൽഫി ആണ്. ഇവിടെ യൂണിറ്റ് 1 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്, യൂണിറ്റ് 1 എന്ന് പറയുന്നത് ജാക്കോബിയൻ ഡ്രാമയാണ്. ഇവിടുത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ജാക്കോബിയൻ ഡ്രാമ, സിനിക്കൻ ട്രാജഡി, അതേപോലെ ഷേക്സ്പീരിയൻ ട്രാജഡി. ഫ്രീക്വൻസി ഇൻ എക്സാം എത്ര തവണ ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ 5 തവണയാണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹൈ റെലവൻസ് ആണുള്ളത്. നെക്സ്റ്റ് ബ്ലോക്ക് 1 തന്നെ യൂണിറ്റ് 2 വെബ്സ്റ്റേഴ്സ് ഡ്രമാറ്റിക് ആർട്ട്. ഇതിൽ കൂടുതലായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയേണ്ട ടോപ്പിക്കാണ് റിവെഞ്ച് പ്ലേ, സറ്റയർ, പെസിമിസം, ഡിക്ലൈൻ ഓഫ് ഡ്രാമ. ഫ്രീക്വൻസി ഇൻ എക്സാംസ് 3 തവണയാണ് ചോദിച്ചിട്ടുള്ളത്. റെലവൻസ് മീഡിയം. നൗ കമ്മിങ് ടു യൂണിറ്റ് 3 ടെക്സ്ച്വൽ അനാലിസിസ്. ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് പ്ലോട്ട്, മേജർ തീംസ്, പവർ, കറപ്ഷൻ ആൻഡ് ക്യാരക്ടറൈസേഷൻ ആണ്. ഫ്രീക്വൻസി ഇൻ എക്സാംസ് 6 തവണയാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെ റെലവൻസ് ഹൈ റെലവൻസ് ആണ്. നൗ കമ്മിങ് ടു യൂണിറ്റ് 4 ക്യാരക്ടർ അനാലിസിസ്. ഇവിടെ വരുന്ന ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് ഡച്ചസ് ഓഫ് മാൽഫി, ആന്റോണിയോ, ഫെർഡിനാൻഡ് ആൻഡ് ബൊസോള. ഇവരുടെ ക്യാരക്ടർ അനാലിസിസ് ആണ്. അത് ഫ്രീക്വൻസി ഇൻ എക്സാംസ് എന്ന് പറയുമ്പോൾ 4 തവണയാണ് ഇവരുടെ ക്യാരക്ടർ അനാലിസിസ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. സോ റെലവൻസ് ഇസ് മീഡിയം റെലവൻസ്. നൗ കമ്മിങ് ടു കീ ഒബ്സർവേഷൻസ് എന്ന് പറയുന്നത് തീം ലൈക്ക് പവർ ആൻഡ് കറപ്ഷൻ, അതേപോലെ ജാക്കോബിയൻ ഡ്രാമ, ഇതൊക്കെ ഫ്രീക്വന്റ്ലി അപ്പിയേർഡ് ഇൻ സെക്ഷൻ ബി. 200 to 250 വേർഡ്സിൽ ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ്. അതേപോലെ ക്യാരക്ടർ അനാലിസിസ് ഇമ്പോർട്ടന്റ് ആണ്. ഡച്ചസ് ഓഫ് മാൽഫി, ബൊസോള ഇവരുടെ ക്യാരക്ടർ അനാലിസിസ് ഒക്കെ സെക്ഷൻ സിയിലൊക്കെ ചോദിച്ചു കണ്ടിട്ടുള്ള ചോദ്യമാണ്. നൗ കമ്മിങ് ടു ബ്ലോക്ക് 2. ബ്ലോക്ക് 2 ജോൺ മിലിറ്റന്റെ ലിസിഡാസും അതുപോലെ തന്നെ സോണറ്റ് 19, ലെഗ്രോ ആൻഡ് എൽ പെൻസറോസോ എന്നുള്ളതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ള വർക്ക്സ്. ഇവിടെ യൂണിറ്റ് 1 ദ 17th century ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് പ്യൂരിറ്റൻ മൂവ്മെന്റ്, സിവിൽ വാർ, മെറ്റാഫിസിക്കൽ ആൻഡ് കെവലിയർ പോയിറ്റ്സ്. ഫ്രീക്വൻസി ഇൻ എക്സാം 3 തവണയാണ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്നത്. സോ ദ റെലവൻസ് ഇസ് മീഡിയം. ആൻഡ് യൂണിറ്റ് 2 മിലിറ്റൻസ് ലൈഫ് ആൻഡ് വർക്ക്. ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് മിലിറ്റൻസ് സ്റ്റൈൽ, എക്സ്റ്റെൻഡഡ് സിമിലീസ് ആൻഡ് എല്യൂഷൻസ്. ഫ്രീക്വൻസി ഇൻ ക്വസ്റ്റ്യൻ 4 തവണയാണ് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ദ റെലവൻസ് ഇസ് മീഡിയം. നൗ കമ്മിങ് ടു യൂണിറ്റ് 3 ലിസിഡാസ് ആൻഡ് സോണറ്റ് 19. ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് എലജി, പാസ്റ്ററൽ എലജി, ക്രിസ്ത്യൻ ഓർ ബിബ്ലിക്കൽ എല്യൂഷൻസ്. എത്ര തവണ ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ 7 തവണ, 7 times. സോ റെലവൻസ് ഹൈ റെലവൻസ്. Then unit 4 Allegro and El Penseroso. Topic allegory, themes, nature versus introspection. ഇത്രയാണ് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് വരുന്നത്. ഫ്രീക്വൻസി ഇൻ എക്സാം 5 times ആണ് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് സോ ദ റെലവൻസ് ഇസ് ഹൈ റെലവൻസ്. ഇവിടെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ലിസിഡാസ് ഇതുപോലെ സോണറ്റ് 19 ഒക്കെ കോൺസ്റ്റന്റ്ലി ചോദിച്ചിരിക്കുന്നതാണ്. സെക്ഷൻ ബിയിലും സെക്ഷൻ സിയിലും ഒക്കെ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ടോപ്പിക്സുകളാണ് അല്ലെങ്കിൽ വർക്ക്സ് ആണ്. അതുകൊണ്ട് അത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം. അതേപോലെ തന്നെ കമ്പാരിറ്റീവ് ക്വസ്റ്റ്യൻസ് ഓൺ എൽ അലഗ്രോ ആൻഡ് എൽ പെൻസറോസോ, അതും പോപ്പുലർ ആയിട്ട് അല്ലെങ്കിൽ കോമൺ ആയിട്ട് ചോദിക്കാറുള്ള ചോദ്യമാണ്. Now coming to block 3 ജോൺ ഡ്രൈഡന്റെ മാക് ഫ്ലെക്നോയ് ആണ് നമുക്ക് ബ്ലോക്ക് 3 പഠിക്കാനുള്ളത്. യൂണിറ്റ് 1 ഡ്രൈഡൻസ് ലൈഫ്. ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് സെറ്റാരിക്കൽ സ്റ്റൈൽ, കോൺട്രിബ്യൂഷൻ ടു ലിറ്ററേച്ചർ. ഫ്രീക്വൻസി ഇൻ എക്സാംസ് എന്ന് പറയുന്നത് 2 times ആണ്. റെലവൻസ് ലോ റെലവൻസ്. Then coming to unit 2 റീഡിംഗ് മാക് ഫ്ലെക്നോയ്. അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ടോപ്പിക് ആണ് സെറ്റാരിക്കൽ ടെക്നിക് ആൻഡ് ഹ്യൂമർ. ഫ്രീക്വൻസി ഇൻ എക്സാംസ് 5 times ആണ് ചോദിച്ചിരിക്കുന്നത്. റെലവൻസ് മീഡിയം. Now unit 3 summary and explanation. Topic political or literary satire. Frequency in exams 3 തവണയാണ് ആവർത്തിച്ച് ചോദിച്ചിരിക്കുന്നത്. So the relevance is medium. And unit 4 theme and diction. Topic എന്ന് പറയുന്നത് poetic diction, mock epic style. Frequency in exam 6 times. So the relevance is high.
ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, സെക്ഷൻ എയില് കൂടുതലായിട്ടും ചോദിച്ചിരിക്കുന്നത് ടേംസ് ലൈക്ക് മോക്ക് എപ്പിക് എന്താണ്, പോയറ്റിക് ഡിക്ഷൻ എന്താണ് എന്നുള്ള ഈ ടേംസ് നമുക്ക് എക്സ്പ്ലെയിൻ അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്ത് എഴുതേണ്ടി വരും. സോ ആ ടേംസ് നന്നായി പഠിക്കണം. അതേപോലെ സെക്ഷൻ സിയിൽ എസ്എ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. സറ്റാരിക്കൽ എലമെന്റ്സ്, തീം ഓഫ് മാക്ഫ്ലെക്നോയ് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. സോ അതും നമ്മളൊന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. ബ്ലോക്ക് 4 ആണ് അലക്സാണ്ടർ പോപ്പിന്റെ ദ റേപ്പ് ഓഫ് ദ ലോക്ക്. യൂണിറ്റ് 1 പോപ്സ് ഇറ. മെയിൻ ടോപ്പിക് അഗസ്റ്റൻ ഏജ്, ഏർലി 18th സെഞ്ചുറി പോയട്രി. ഫ്രീക്വൻസി ഇൻ എക്സാം എന്ന് പറയുന്നത് 4 ടൈംസ് ആണ് ചോദിച്ചിരിക്കുന്നത്. റെലവൻസ്, മീഡിയം. നൗ യൂണിറ്റ് 2 ലൈഫ് ആൻഡ് റൈറ്റിംഗ്സ്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് മോക്ക് എപ്പിക് ജോണർ ആൻഡ് ലിറ്റററി സ്റ്റൈൽ. ഫ്രീക്വൻസി ഇൻ എക്സാം 3 ടൈംസ്. റെലവൻസ്, മീഡിയം. Unit 3 Canto analysis. Important topic classical epic elements and symbolism. Frequency in exam 6 times ആണ്. അതുകൊണ്ട് തന്നെ ഹൈ ഫ്രീക്വൻസി ആണ്, ഹൈ ലെവൽ റെലവൻസ് ആണുള്ളത്. And coming to unit 4 characters and style. Topics Belinda, the Baron, satirical portrayal. So character analysis ഒക്കെ ചോദിക്കാറുണ്ട്. അതേപോലെ സ്റ്റൈലും ചോദിക്കാറുണ്ട്. ഫ്രീക്വൻസി ഇൻ എക്സാം 4 ടൈംസ് ആൻഡ് ദ റെലവൻസ് ഇസ് മീഡിയം. സോ സെക്ഷൻ ബി കൂടുതലായിട്ടും എപ്പിക് കൺവെൻഷൻസും മോക്ക് ഹീറോയിക് തീംസും ഒക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതേപോലെ ക്യാരക്ടർ ബേസ്ഡ് അനാലിസിസ്, നേരത്തെ പറഞ്ഞ പോലെ ക്യാരക്ടർ അനാലിസിസ്, ബെലിൻഡയുടെ ഒക്കെ ക്യാരക്ടർ അനാലിസിസ് ചോദിക്കാറുണ്ട്. സോ അതും നമ്മളൊന്ന് പഠിച്ചിരിക്കണം. നമ്മൾ വിഷ്വലി ഇത് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ കാണിക്കും ഒരു ഡയഗ്രാമിന്റെ സഹായത്തോട് കൂടിയിട്ട് വിഷ്വലി എങ്ങനെയാന്നുള്ളത്. അപ്പൊ മേജർ തീംസ് നമ്മൾ കൂടുതലായിട്ടും ഹൈ റെലവൻസ് എന്ന് പറഞ്ഞിരിക്കുന്ന ടോപ്പിക്സ് മേജർ തീംസ് ഡച്ചസ് ഓഫ് മാൽഫി ബ്ലോക്ക് 1, ലിസിഡാസ് ആൻഡ് സോണറ്റ് 19, തീമാറ്റിക് ആൻഡ് ലിറ്റററി ഫീച്ചേഴ്സ് ബ്ലോക്ക് 2, മോക്ക് എപ്പിക് കൺവെൻഷൻസ് ഇൻ ദ റേപ്പ് ഓഫ് ദ ലോക്ക് ബ്ലോക്ക് 4. ഇതാണ് ഹൈ റെലവൻസ് ആയിട്ട് നമ്മൾ കണ്ട ടോപ്പിക്സ്. സോ ഇതിനെ നമ്മളൊരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനോട് കൂടിയിട്ട് ഒരു ബാർ ചാർട്ടിന്റെ ഒരു രൂപത്തിൽ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാണ്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഹൈ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആണ് ഇത് കാണിക്കുന്നത്. സോ ജാക്കോബിയൻ ഡ്രാമ, തീംസ് ഇൻ ഡച്ചസ് ഓഫ് മാൽഫി, ലിസിഡാസ് ആൻഡ് സോണറ്റ് 19, മോക്ക് എപ്പിക് ഇൻ ദ റേപ്പ് ഓഫ് ദ ലോക്ക് ആണ് നമ്മുടെ ടോപ്പിക്സ്. എത്ര തവണ ആവർത്തിച്ചിട്ടുണ്ട് അതിന്റെ ഇമ്പോർട്ടൻസ്, അതിന്റെ ആ ലെവൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത് ഏതാണ്, കുറവ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് എന്നുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഹൈ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് ബേസ്ഡ് ഓൺ ദ ഹൈ റെലവൻസ് ഓഫ് ടോപ്പിക്സ്. ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ദ ബാർ ചാർട്ട് ഹൈലൈറ്റ്സ് ദ ഫ്രീക്വൻസി ഓഫ് ഹൈ റെലവൻസ് ടോപ്പിക്. നമ്മളുടെ ഹൈ റെലവന്റ് ആയിട്ട് നമ്മൾ കാണേണ്ട ടോപ്പിക്സിനെയാണ് നമ്മൾ ആ ബാർ ചാർട്ട് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നൗ കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ്. ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരാൻ വേണ്ടിയിട്ടുള്ള സാധ്യത എന്നുള്ളതിന്റെ ഒരു അനാലിസിസ് ആണ് നമ്മൾ ഇവിടെ നടത്തുന്നത്. ഫസ്റ്റ് വൺ, ഷോർട്ട് നോട്ട്സ്. ഷോർട്ട് നോട്ട്സ് നമ്മൾ എങ്ങനെ എഴുതണം? കൺസൈസ്, ആൻസർ ഓഫ് 100 വേർഡ്സ് ആൻഡ് ടിപ്പിക്കലി ടെസ്റ്റ് ഫൗണ്ടേഷണൽ നോളജ് ഓഫ് കീ ടേംസ്, കൺസെപ്റ്റ്സ് ഓർ തീംസ്. ഇതിൽ വരാൻ എക്സാമ്പിൾ നമുക്ക് ഒരു ഷോർട്ട് നോട്ട് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു എക്സാമ്പിൾ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ ജാക്കോബിയൻ ഡ്രാമ. അത് ജൂൺ 2022 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ ഷോർട്ട് എസ്സേസ് എന്ന് പറയുമ്പോൾ നമ്മൾ about 200 to 250 വേർഡ്സ് ആണ് നമ്മൾ എഴുതേണ്ടത്. ഫോക്കസിങ് ഓൺ സ്പെസിഫിക് യൂണിറ്റ്സ് ഓർ ക്രിട്ടിക്കൽ ഐഡിയാസ്. ഈ ഷോർട്ട് എസ്സേ വിഭാഗത്തിൽ പെടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ദ റോൾ ഓഫ് സറ്റയർ ഇൻ ഡ്രൈഡൻസ് മാക്ഫ്ലെക്നോയ്. ഇത് ഡിസംബർ 2022 ചോദിച്ചിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്.
അതേപോലെ ലോങ് എസ്സേസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആൻസർ ചെയ്യേണ്ടത് ഇൻഡെപ്ത് ആയിട്ടാണ്. അതുപോലെ ക്രിട്ടിക്കൽ റെസ്പോൺസ് അബൌട്ട് 350 വേർഡ്സിൽ ആൻസർ ചെയ്യണം. ഓഫൻ റിക്വയറിംഗ് സിന്തസിസ് ഓഫ് മൾട്ടിപ്പിൾ കോൺസെപ്റ്റ്സ് ഓർ ആപ്ലിക്കേഷൻ ഓഫ് സ്പെസിഫിക് ടെക്സ്റ്റ്. ലോങ് എസ്സേ വിഭാഗത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ മുന്നേ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് critically analyze themes of persecution in the Duchess of Malfi 2023 ജൂണിലെ ചോദിച്ചിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ലോങ് എസ്സേ ടൈപ്പിൽ നിന്ന്. അതേപോലെ കോംപ്രിഹെൻസീവ് അനാലിസിസ് എന്ന് പറയുമ്പോൾ essays comparing and contrasting text genres or literary style. ഈ കമ്പാരിറ്റീവ് അനാലിസിസിൽ ഉള്ള ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കമ്പയർ മിലിറ്റൻസ് എൽഗ്രോ ആൻഡ് എൽ പെൻസിറോസോ ഇൻ ടേംസ് ഓഫ് തീമാറ്റിക് കണ്ടന്റ്. ഇത് ജൂൺ 2023 ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് critics means focus on evaluating a specific concept of a literary work, often requiring direct example from the text. ഈ critic എന്നുള്ള വിഭാഗത്തിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് evaluate the mock epic style in The Rape of the Lock. ഇത് ഡിസംബർ 2023 ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. സോ ഇവിടെ നമ്മൾ ബ്ലോക്ക് ആൻഡ് യൂണിറ്റ് വൈസ് അനലൈസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓരോ ബ്ലോക്കിലെ ടോപ്പിക്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്, ഹൈ ഫ്രീക്വൻസി ഏത് സെക്ഷനിലാണ് അത് വരാൻ ചാൻസ് ഉള്ളത് എന്നുള്ളതാണ് നമ്മളിപ്പം ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് ഇസ് ബ്ലോക്ക് 1, ജോൺ വെബ്സ്റ്ററിന്റെ ഡച്ചസ് ഓഫ് മാൽഫി. ഇതിലെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കണക്കാക്കേണ്ടത് തീംസ്, പവർ, കറപ്ഷൻ, അതുപോലെ ക്യാരക്ടർ അനാലിസിസ്, ബുസോള, ഡച്ചസ്. ഫ്രീക്വൻസി ഹൈ ആണ്, ചോദിക്കാൻ സാധ്യതയുള്ള സെക്ഷൻസ് ആണ് സെക്ഷൻ ബിയും സിയും. അതേപോലെ ബ്ലോക്ക് 2 ജോൺ മിലിറ്റന്റെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കാണേണ്ടത് ലിസിഡ, സോണറ്റ് 19, കമ്പാരിസൺ ഓഫ് പോയിന്റ്സ്, frequency high frequency include in section B, C. Next block 3 John Dryden's important topic എന്ന് പറയുന്നത് mock epic elements, satire, frequency medium, section A, C. Next is block 4 Alexander Pope, important അല്ലെങ്കിൽ test topic tested, satirical style, themes, epic conventions, frequency high includes in section B, C. So block 1, 2 and 4 dominate exam papers with emphasis on literary themes and stylistic analysis. അതേപോലെ തന്നെ ഒരു ഫോക്കസ് ഷിഫ്റ്റ് വന്നിട്ടുണ്ട്. അതായത് റീസെന്റ് there is a growing focus on comparative essays and critics, especially in block 2 and block 4 topics. ബ്ലോക്ക് 2ന്റെയും ബ്ലോക്ക് 4ന്റെയും ഒക്കെ ടോപ്പിക് വെച്ചിട്ട് ഒരു കമ്പാരിറ്റീവ് എസ്സേസ് സാധാരണയായിട്ട് ഇപ്പോൾ ചോദിച്ച് കാണാറുള്ള ചോദ്യങ്ങളാണ്. അതേപോലെ തന്നെ ബ്ലോക്ക് 1ഉം 2ഉം 4ഉം ആണ് കൂടുതലായിട്ടും എക്സാം പേപ്പറിൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. അതിന്റെ ലിറ്റററി തീംസും സ്റ്റൈലിസ്റ്റിക് അനാലിസിസ് ഒക്കെയാണ് കൂടുതലായിട്ടും ചോദിക്കാറ്. നെക്സ്റ്റ് ഇസ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. എങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. സെക്ഷൻ എ ഷോർട്ട് നോട്ട്സ് ആണ്, 5 മാർക്സ് ആണ്. എത്ര ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യണം? 4 ക്വസ്റ്റ്യൻസ്. ടോട്ടൽ മാർക്സ് ഇസ് 20. സെക്ഷൻ ബി കണ്ടെയ്ൻ ഷോർട്ട് എസ്സേസ്, marks per question 10 marks, question to attempt 2 and total marks 20. Section C long essays, marks per question 20 marks, question to attempt 3 questions, total marks 60. So block allocation by mark allocation by block. ഓരോ ബ്ലോക്കിലും എത്ര മാർക്കുകളാണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. ബ്ലോക്ക് 1ൽ 30 to 40% of total marks, ബ്ലോക്ക് 2 30%, ബ്ലോക്ക് 3ഉം 4ഉം 15 to 20% ഈച്ച്. ഇങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ട്രെൻഡ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് നമ്മളൊരു പൈ ചാർട്ടാണ്, മാർക്ക് അലോക്കേഷന്റെ ബ്ലോക്ക് വൈസ് ഉള്ള ഒരു പൈ ചാർട്ടാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. മാർക്ക് അലോക്കേഷൻ വൈസ് ബ്ലോക്ക് 1, ബ്ലോക്ക് 2, ബ്ലോക്ക് 3, ബ്ലോക്ക് 4 എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ബ്ലോക്ക് 1ൽ ജോൺ വെബ്സ്റ്റർ 35%, ബ്ലോക്ക് 2ൽ ജോൺ മിൽട്ടൺ 30%, ബ്ലോക്ക് 3ൽ ജോൺ ഡ്രൈഡൻ 15%, ബ്ലോക്ക് 4ൽ അലക്സാണ്ടർ പോപ്പ് 20%. So the pie chart above illustrates the mark distribution in 4 blocks. ഈ 4 ബ്ലോക്കിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതിലെല്ലാം കൂടുതൽ നമുക്ക് നോക്കി കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ബ്ലോക്ക് 1 ആണ്, 35% ആണ് ജോൺ വെബ്സ്റ്ററിന്റെ ബ്ലോക്ക് 1ൽ വന്നിരിക്കുന്നത്. അതേപോലെ ബ്ലോക്ക് 2ഉം ജോൺ മിൽട്ടന്റെ ബ്ലോക്കും നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് കാണാം. ഇത് രണ്ടും കൂടിയിട്ട് എത്രയാ? ഓവർ 60% ഓഫ് ടോട്ടൽ മാർക്സിന്റെ 60% തന്നെ ഈ 2 ബ്ലോക്കിൽ നിന്നും ചോദിച്ചതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ ഇതാണ് മാർക്ക് അലോക്കേഷൻ ബൈ ബ്ലോക്ക് വൈസ്. നെക്സ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അനാലിസിസ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ്. ഓരോ ബ്ലോക്കിന്നും യൂണിറ്റിനും ടോപ്പിക്കിന്നും ഒക്കെ ഏതൊക്കെയാണ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പൊ ബ്ലോക്ക് 1
ജോൺ വെബ്സ്റ്ററിന്റെ ഡച്ചസ് ഓഫ് മാൽഫിയിലാണെങ്കിൽ യൂണിറ്റ് 1 ജാക്കോബിയൻ ഡ്രാമ. ഇവിടുന്ന് റിക്കറിംഗ് അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ ജാക്കോബിയൻ ഡ്രാമ, ഡിസ്കസ് ഇറ്റ്സ് ഫീച്ചേഴ്സ് വിത്ത് എക്സാമ്പിൾ. ഫ്രീക്വൻസി എത്ര തവണ ആവർത്തിച്ചിട്ടുണ്ട്? 3 ടൈംസ്. മാർക്ക് അലോക്കേഷൻ 10. സെക്ഷൻ ബിയിലാണ് ചോദിക്കാറ്. അതേപോലെ യൂണിറ്റ് 3 ടെക്സ്ച്വൽ അനാലിസിസ്. എക്സാമിൻ ദ തീംസ് ഓഫ് ദ ഡച്ചസ് ഓഫ് മാൽഫി ഫോക്കസിംഗ് ഓൺ പവർ ആൻഡ് കറപ്ഷൻ. ഫ്രീക്വൻസി എത്ര തവണ ചോദിച്ചിട്ടുണ്ട്? 4 ടൈംസ്. മാർക്ക് അലോക്കേഷൻ 20 includes in section C. Analyze John Webster's art of characterization with reference to the main characters in the play. Frequency 3 times. Mark allocation 20. Section C. Now unit 4 character analysis. Critically analyze the role and character of Bussola in the Duchess of Malfi. Frequency 2 times. Mark allocation 20. Includes in section C. ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത് തീംസ് ഓഫ് പവർ ആൻഡ് കറപ്ഷൻ ഡോമിനേറ്റ്സ് is a dominant question in section C. Character analysis question, particularly on Bussola and Duchess, are common. എല്ലാ പരീക്ഷയ്ക്കും മിക്കവാറും ചോദിച്ചു കണ്ടിട്ടുള്ളതാണ് character analysis of Bussola and Duchess. Now coming to block 2, John Milton's Lycidas, Sonnet 19, L'Allegro, and Il Penseroso. Block unit 3, Lycidas and Sonnet 19 repeat ചെയ്ത് ചോദിച്ചിരിക്കുന്ന question ആണ്. Examine the elegiac quality of Lycidas and its blend of pagan and Christian imagery. Frequency 3 times. Mark allocation 10. Includes in section B. Second is analyze the biblical references and Christian themes in Sonnet 19. And frequency 2 times. Mark allocation 10. Includes in section B. Unit 4, L'Allegro and Il Penseroso. Repeat ചെയ്ത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് L'Allegro and Il Penseroso in terms of themes and literary techniques. Frequency 4 times. Mark allocation 20 and includes in section C. So ലിസിഡാസിനെയും അതേപോലെ തന്നെ സോണറ്റ് 19നെയും ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. തീംസ് ഓൺ ക്രിസ്ത്യൻ തീംസിനെ കുറിച്ചും സിംബോളിസത്തിനെ കുറിച്ചൊക്കെ ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ രണ്ടിനെയും കുറിച്ച് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എസ്സേസും കോമൺ ആയിട്ട് ഫ്രീക്വന്റ്ലി ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളിൽ ഉൾപ്പെടുത്താവുന്നതാണ്. John Dryden and MacFlecknoe unit 4 themes and diction. Recurring questions are how does Dryden use satire in MacFlecknoe? Illustrate with example. Frequency 3 times ആണ് ചോദിച്ചിരിക്കുന്നത്. Allocation, mark allocation 20 includes in section C. അതേപോലെ discuss the mock epic style in MacFlecknoe and its contribution to humor. Frequency 2 times. Mark allocation 20 includes in section C. So ഇവിടെ ഇവിടെ ഈ ഒരു ബ്ലോക്കിൽ ഫോക്കസ് ഓൺ ഡ്രൈഡൻ സറ്റൈറിക്കൽ സ്റ്റൈൽ ആൻഡ് മോക്ക് എപ്പിക് എലമെന്റ്സ്. കൂടുതലായിട്ടും സെക്ഷൻ സിയിലാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കാറ്. നെക്സ്റ്റ് കമ്മിങ് ടു ബ്ലോക്ക് 4 അലക്സാണ്ടർ പോപ്പിന്റെ ദ റേപ്പ് ഓഫ് ദ ലോക്കില് യൂണിറ്റ് 3 അനാലിസിസ് ഓഫ് കാന്റോ 3. സോ എക്സാമിൻ ദ റേപ്പ് ഓഫ് ദ ലോക്ക് ആസ് എ സറ്റയർ ഓഫ് 18th century സൊസൈറ്റി. എത്ര തവണ ആവർത്തിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ 4 തവണയാണ്. മാർക്ക് അലോക്കേഷൻ 20 ഇൻക്ലൂഡ്സ് ഇൻ സെക്ഷൻ സി. അതേപോലെ തന്നെ how does Pope parody epic conventions in the rape of the lock? Frequency 3 times. Mark allocation 20 includes in section C. Next, unit 4 character analysis.
ക്യാരക്ടർ അനാലിസിസ് ചോദിക്കാറുണ്ട്. അനലൈസ് ദ ക്യാരക്ടർ ഓഫ് ബെലിൻഡ ആസ് എ സിംബൽ ഓഫ് 18th century social vanity. Frequency 2 times. Mark allocation 10. Includes in section B. സോ ഇവിടെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് സറ്റയർ ഓഫ് 18th century society ആൻഡ് പാരഡി ഓഫ് എപ്പിക് കൺവെൻഷൻസ് കോൺസ്റ്റന്റ് തീംസ് ഇൻ സെക്ഷൻ സി. സെക്ഷൻ സിയിൽ ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഈ സറ്റയർ ഓഫ് 18th century society. അതേപോലെ തന്നെ എപ്പിക് കൺവെൻഷൻസിനെ കുറിച്ചിട്ട്, പാരഡി ഓഫ് എപ്പിക് കൺവെൻഷൻസിനെ കുറിച്ചിട്ട്. അതേപോലെ തന്നെയാണ് ക്യാരക്ടർ ബേസ്ഡ് അനാലിസിസ് അല്ലെങ്കിൽ ക്യാരക്ടർ അനാലിസിസ് ഓഫ് ബെലിൻഡ. ദാറ്റ് അപ്പിയേഴ്സ് ലെസ് ഫ്രീക്വന്റ്ലി. ആൻഡ് നെക്സ്റ്റ് ഇവിടെ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് ബ്ലോക്ക് 1, ബ്ലോക്ക് 2, ബ്ലോക്ക് 4 കുറിച്ച് പറയുമ്പോൾ ബ്ലോക്ക് 1ൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഡച്ചസ് ഓഫ് മാൽഫിയർ തീംസും ക്യാരക്ടർ അനാലിസിസും. ബ്ലോക്ക് 2ൽ ലിസിഡാസ് ആൻഡ് സോണറ്റ് 19, ക്രിസ്ത്യൻ ഇമേജറി ആൻഡ് എലജിയ ക്വാളിറ്റി. ബ്ലോക്ക് 4ൽ മോക്ക് എപ്പിക് സ്റ്റൈലും അതേപോലെ തന്നെ തീമാറ്റിക് സറ്റയർ ഇൻ റേപ്പ് ഓഫ് ദ ലോക്ക്. സോ അതേപോലെ ഫോർ സെക്ഷൻ സി prepare detailed notes on comparative analysis. Example, Allegro versus Penseroso compare ചെയ്യാനൊക്കെ വരുമ്പോൾ we have to prepare detailed notes. അതേപോലെ തന്നെ emphasize on recurring themes. റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന തീംസ് ആണ് പവർ, കറപ്ഷൻ, സറ്റയർ. അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഒരു നോട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കണം, പഠിച്ചിരിക്കണം നന്നായിട്ട്. അതേപോലെ പ്രാക്ടീസ് പ്രീവിയസ് എസ്സേ ക്വസ്റ്റ്യൻസ് ടു റിഫൈൻ റൈറ്റിംഗ് സ്റ്റൈൽസ് ഫോർ സെക്ഷൻ സി. സെക്ഷൻ സി നന്നായിട്ട് എഴുതണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രീവിയസ് ഇയർ എസ്സേ ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ എഴുതി നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അതേപോലെ തന്നെ മെമ്മറൈസ് കൺസൈസ് ഡെഫിനിഷൻസ് ഫോർ സെക്ഷൻ എ ടോപ്പിക്സ്. ഇപ്പോൾ ഓരോ ജേക്കബിയൻ ഡ്രാമ, ഫോർ എക്സാമ്പിൾ ജേക്കബിയൻ ഡ്രാമ, പോയറ്റിക് ഡിക്ഷൻ എന്നിങ്ങനെ കുറിച്ചിട്ടുള്ള എന്നീ ടേംസ് അല്ലെങ്കിൽ എന്താണ് ജേക്കബിയൻ ഡ്രാമ, എന്താണ് പോയറ്റിക് ഡിക്ഷൻ എന്നുള്ളതിനെ കുറിച്ചുള്ള ഡെഫിനിഷൻസ് നമ്മൾ വളരെ കൺസൈസ് ആയിട്ട് സെക്ഷൻ എയിൽ എഴുതാൻ ഉള്ള രൂപത്തിൽ പഠിച്ചു വെക്കണം. നെക്സ്റ്റ് ഇവിടെ ഒരു ഫ്രീക്വൻസി ഓഫ് റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് വിഷ്വൽ രൂപത്തിൽ നിങ്ങൾക്കൊരു ബാർ ഡയഗ്രാമിന്റെ രൂപത്തിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓരോ ബ്ലോക്ക് വൈസ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഡച്ചസ് ഓഫ് മാൽഫി എന്നാണ് ഏറ്റവും കൂടുതൽ ബ്ലോക്ക് വൈസ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ ലിസിഡാസ്, മിൽട്ടന്റെ ബ്ലോക്കിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. കമ്പാരിറ്റീവ്ലി ബ്ലോക്ക് 3 ഈ മൂന്നെണ്ണത്തിനും കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കുറവാണ് റെക്കറിംഗ് ക്വസ്റ്റ്യൻസ്, റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. പിന്നെ ബ്ലോക്ക് 4 ദ റേപ്പ് ഓഫ് ദ ലോക്ക്. സോ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ബാർ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. അത് പറഞ്ഞിരിക്കുന്നത് ബ്ലോക്ക് 1ൽ ഡച്ചസ് ഓഫ് മാൽഫിക്കാണ് ഹൈ ഇമ്പോർട്ടൻസ്. ബ്ലോക്ക് 2 അത് കഴിഞ്ഞ് ബ്ലോക്ക് 4, ബ്ലോക്ക് 3 കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവാണ്. നൗ ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസ്. ഇതെന്നാണ് ചോദിക്കാൻ സാധ്യത, പ്രോബബിലിറ്റി അതേപോലെ തന്നെ ഒരു പ്രഡിക്ഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബ്ലോക്ക് 1ൽ ഡച്ചസ് ഓഫ് മാൽഫി ടോപ്പിക്, സാധ്യതയുള്ള ടോപ്പിക്കാണ് ജേക്കോബിയൻ ഡ്രാമ. ഹൈ പ്രോബബിലിറ്റി ആണ്, കാരണം frequently appears in section A and section B. Now next themes, power, corruption and nobility, high probability ആണ്. Recurring essays across the multiple term and examsൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, അതുകൊണ്ട് തന്നെ സാധ്യത കൂടുതലാണ്. നെക്സ്റ്റ് ബൊസോളോസ് ക്യാരക്ടർ അനാലിസിസ് ഒരു മീഡിയം സാധ്യത നമുക്ക് പറയാം, പ്രോബബിലിറ്റി നമുക്ക് പറയാം, ചോദിക്കാറുണ്ട്. എന്നാൽ ഒരു മീഡിയം ലെവലിൽ നമുക്കൊരു സാധ്യത അതിന് കണക്കാക്കാം. നെക്സ്റ്റ് ബ്ലോക്ക് 2 ജോൺ മിൽട്ടൺസ് വർക്ക് എലജിയ ക്വാളിറ്റി ഓഫ് ലിസിഡാസ് എന്നുള്ളത് ഹൈ ഫ്രീക്വൻസി, ഹൈ പ്രോബബിലിറ്റി ആണ്, കൂടുതലായിട്ട് ചോദിക്കാൻ സാധ്യത ഉണ്ട്. സെക്ഷൻ ബിയിലും സെക്ഷൻ സിയിലും ചോദിക്കാൻ സാധ്യത ഏറ്റവും കൂടുതലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ കമ്പാരിസൺ ഓഫ് അലഗ്രോ ആൻഡ് എൽ പെൻസറോസോ എന്നുള്ളതും ഹൈ പ്രോബബിലിറ്റി ആണ്, ചോദിക്കാൻ നല്ല സാധ്യതയുള്ള ഒരു ചോദ്യമാണ് സെക്ഷൻ സിയിൽ. അതേപോലെ ബിബ്ലിക്കൽ റെഫറൻസ് ഇൻ സോണറ്റ് 19 അതൊരു മീഡിയം സാധ്യത നമുക്ക് കണക്കാക്കാൻ വേണ്ടി പറ്റും. സാധാരണയായിട്ട് സെക്ഷൻ ബിയിൽ ചോദിക്കാറുണ്ട്, അതുകൊണ്ട് ഒരു മീഡിയം ഒരു പ്രോബബിലിറ്റി അതിന് നമുക്ക് കൊടുക്കാം. ബ്ലോക്ക് 3 ഡ്രൈഡന്റെ മാക്ഫ്ലെക്നോയിൽ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് സറ്റാരിക്കൽ ടെക്നിക്സ് ആൻഡ് മോക്ക് എപ്പിക് സ്റ്റൈൽ. ഹൈ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഹൈ പ്രോബബിലിറ്റി ആണ് നമുക്ക് ഈ ഒരു ചോദ്യത്തിന് കൊടുക്കാൻ പറ്റുന്നത്. അതിന്റെ ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് സാധാരണയായിട്ട് ഇത് സെക്ഷൻ സിയിൽ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. നെക്സ്റ്റ് ബ്ലോക്ക് 4 പോപ്സ് റേപ്പ് ഓഫ് ദ ലോക്ക്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത് എപ്പിക് കൺവെൻഷൻ ആൻഡ് സറ്റാരിക്കൽ സ്റ്റൈൽ. അതേപോലെ തന്നെ അതിന് ഹൈ ഫ്രീക്വൻസി ആണ്, സ്ട്രോങ് പ്രസൻസ് ഇൻ ലോങ് എസ്സേ ക്വസ്റ്റ്യൻസ്. മുന്നേ ഉള്ള ടേം ആൻഡ് എക്സാംസിലൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് തന്നെ അതിന് ഹൈ ഫ്രീക്വൻസി ഉണ്ട്. അതേപോലെ തന്നെ ക്യാരക്ടർ അനാലിസിസ്, ബെലിൻഡയുടെ ക്യാരക്ടർ അനാലിസിസ് ഇത് ചോദിക്കാറുണ്ട്, അതുകൊണ്ട് ഇതിനൊരു മീഡിയം പ്രോബബിലിറ്റി നമുക്ക് കൊടുക്കാം. അപ്പോൾ ഹൈ പ്രോബബിലിറ്റി, മീഡിയം പ്രോബബിലിറ്റി, ലോ പ്രോബബിലിറ്റി എന്നുള്ള രീതിയിൽ നമ്മൾ വിഷ്വലി അതിനെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. ഹൈ പ്രോബബിലിറ്റി നമുക്കറിയാം, അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് നമുക്ക് മനസ്സിലായി. ലിസിഡാസ്, അലഗ്രോ വേഴ്സസ് എൽ പെൻസറോസോ, തീംസ് ഇൻ ഡച്ചസ് ഓഫ് മാൽഫിയാണ് ഹൈ പ്രയോറിറ്റി ലിസ്റ്റിൽ കൊടുക്കുന്നത്.
മീഡിയം പ്രയോറിറ്റി ലിസ്റ്റിൽ നമുക്ക് ബസോളാസ് റോൾ, ബിബ്ലിക്കൽ റെഫറൻസ് ഇൻ സോണക്സ് 19, ബെലിൻഡ ഇൻ ദി റേപ്പ് ഓഫ് ദ ലോക്ക്. ലോ പ്രയോറിറ്റി നമ്മൾ കൊടുക്കുന്നത് പെരിഫറൽ കൺസെപ്റ്റ്സ് ലൈക്ക് പ്യൂരിറ്റൻ ഒപ്പോസിഷൻ ടു ഡ്രാമ ആൻഡ് കവലിയർ പോയട്രി. Now, high probability നമ്മൾ പറഞ്ഞല്ലോ, ബ്ലോക്ക് 1 ജക്കബിയൻ ഡ്രാമ, ഇത് കൂടുതലായിട്ടും സെക്ഷൻ എയിലൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ അതുപോലെ കമ്പാരിറ്റീവ് അനാലിസിസ് ഓഫ് മിലിറ്റൻസ് ബ്ലോക്ക് 2 നമ്മൾ കണ്ടു. അതേപോലെ മോക്ക് എപ്പിക് സ്റ്റൈൽ ഇൻ ഡ്രൈഡൻ ആൻഡ് പോപ്പ് ബ്ലോക്ക് 3 4. മീഡിയം പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ ക്യാരക്ടർ അനാലിസിസ് ആണ്, ബസോള, ബെലിൻഡ ഇവരുടെയൊക്കെ ക്യാരക്ടർ അനാലിസിസ്, അതേപോലെ ബിബ്ലിക്കൽ റെഫറൻസ് ഇൻ മിലിറ്റൻ. ഇതാണ് മീഡിയം പ്രോബബിലിറ്റിയിൽ വരുന്ന ടോപ്പിക്സ്. നെക്സ്റ്റ്, സ്റ്റഡി ടിപ്സ് ഫോർ ഹൈ പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് തീംസിനെയാണ്. അതേപോലെ പ്രാക്ടീസ് കമ്പാരിസൺ, ഇപ്പൊ അലെഗ്രോ വേഴ്സസ് എൽ പെൻസിറോസോ എന്നൊക്കെ പറയുമ്പോൾ വി ഹാവ് ടു പ്രാക്ടീസ് കമ്പയറിംഗ് ദീസ് ടു വർക്ക്സ്. അതേപോലെ മാസ്റ്റർ മോക്ക് എപ്പിക് സ്റ്റൈൽ, അനലൈസ് satirical and mock epic conventions in Mac Flecknoy and The Rape of the Lock using textual examples. ആ രീതിയിലൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. Next, we are visualizing these topics based on a pie chart. So, ഈ pie chartന്റെ സഹായത്തോട് കൂടിയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് ഹൈ പ്രോബബിലിറ്റി 60% കൂടെ കൊടുത്തിട്ടുണ്ട്, ലോ പ്രോബബിലിറ്റി അതുപോലെ മീഡിയം പ്രോബബിലിറ്റി നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. നമുക്കറിയാം 3 hours ആണ്, മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 100 മാർക്സ് ആണ്. പേപ്പർ 3 സെക്ഷൻസ് ഉണ്ട്, എയും ബിയും സിയും. അറ്റംപ്റ്റ് 4 questions ഫ്രം സെക്ഷൻ എ, 2 questions ഫ്രം സെക്ഷൻ ബി ആൻഡ് 3 questions ഫ്രം സെക്ഷൻ സി. സോ സെക്ഷൻ എയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ എനി 4 of the following in about 100 words. So first question, characteristics of Jacobean drama. Second one, the role of humor in Pope's The Rape of the Lock. Third one, symbolism and allegory in Milton's Il Penseroso. Fourth one, satirical elements in Dryden's Mac Flecknoy. Fifth one is elegiac aspects of Milton's Lycidas. And sixth one, poetic diction in 17th century English poetry. Now, section B, medium length questions, 10 into 2, 20 marks. Answer any 2 of the following in about 100 to 250 words each. So 7th question എന്ന് പറയുന്നത് discuss the themes of power and corruption in the Rexes of Malfi. Examine 8th question, examine the use of mock epic conventions in Dryden's Mac Flecknoy. 9th question, analyze the portrayal of Belinda as a symbol of vanity in The Rape of the Lock. Answer any 2. Okay, ഏതെങ്കിലും രണ്ടെണ്ണം ആൻസർ ചെയ്താൽ മതി. Then section C, long answer questions, 20 into 360 marks. Answer any 3 of the following in about 350 words. 10th question, critically analyze Bozzola's character in the Duchess of Malfi as both a tool of corruption and a tragic figure. 11, compare and contrast Milton's Allegro and El Penseroso. 12, discuss The Rape of the Lock as a critique of 18th century English society. അപ്പൊ ഇതാണ് നമ്മളുടെ ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. സെക്ഷൻ എയും പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സെക്ഷൻ എയും സെക്ഷൻ ബിയും സെക്ഷൻ സിയും നമ്മളിപ്പോ കണ്ടു. അപ്പോൾ ഇതാണ് നമ്മളുടെ ഓവറോൾ അനാലിസിസ്. ഈ BGC 107 എന്നുള്ള ഈ പേപ്പറിന്റെ ഓവറോൾ അനാലിസിസ് ആണ് ബേസ്ഡ് ഓൺ പ്രീവിയസ് ഇയർ ഇഗ്നോ എക്സാംസിന്റെ ബേസിൽ നമ്മൾ അനലൈസ് ചെയ്തിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ്. സോ ഈ പറഞ്ഞ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ഏരിയസ്, ഇമ്പോർട്ടന്റ് ബ്ലോക്ക്, ഇമ്പോർട്ടന്റ് ടോപ്പിക്സ്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്, ഈ പ്രോബബിലിറ്റി ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ പഠിച്ച് നല്ല സ്കോർ നിങ്ങൾക്ക് എല്ലാവർക്കും നേടാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നിങ്ങളെ എല്ലാവരെയും ആശംസിക്കുകയാണ്. സോ വിഷിംഗ് യു ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ടേം ആൻഡ് എക്സാം. സ്റ്റഡി വെൽ. താങ്ക് യു. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി PG MBA ഒക്കെ നേടാം. 22ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺവൈസിൽ അവൈലബിൾ ആണ്. കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ
കാണാൻ സാധിക്കും. ലേൺവൈസിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഒട്ടും സമയം കളയണ്ട, എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.